ഹായ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് വന്ന് ഒരുപാട് സംശയം ചോദിച്ചിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ വാവിന് തന്നെ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് എളുപ്പം അത് ചെയ്തപ്പോൾ ഒരു മെയിനായിട്ടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. അതിനൊരുപാട് പേര് വന്ന് ചേച്ചി അതെന്താ ചെയ്യണ്ടേ, അപ്പം ഇന്ന് തന്നെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പം ഇനി ഞങ്ങൾക്ക് അടുത്ത വർഷം വരെ കാത്തിരിക്കണോ ചെയ്യാനായിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ടാന്നേ, അത് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നതാ കേട്ടോ. ഞാൻ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്നുള്ള നിലയിൽ. അപ്പം അതിൻ്റെ അകത്ത് ചെയ്തിട്ട് ചിലർക്ക് 100-ൽ 2-3 പേർക്ക് അത് ഫലിക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെ നടക്കാതെ വന്നവർ ഉറപ്പായിട്ടും ഇത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കർക്കിടകത്തിലെ കർത്തവാവിനാണ് ഞാനിത് പറഞ്ഞത്. കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ കർത്തവാവുള്ളത്, എല്ലാ മാസവും 12 മാസവും കർത്തവാവും ഉണ്ട്, വെളുത്ത വാവും ഉണ്ട്. അതിലിനിയും വരുന്ന കർത്തവാവ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ഇന്നത്തെ കർത്തവാവ്. അപ്പം ഈ ഓഗസ്റ്റ് 23-ാം തീയതി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ തന്നെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പം വിളക്ക് കത്തിക്കുന്നവർ വിളക്ക്, തിരി കത്തിക്കുന്നവർ തിരി കത്തിക്കുന്നവർ, അങ്ങനെ മറ്റു രീതിയിൽ ചെയ്യുന്നവരങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഒരു 5 രൂപയുടെ ഒരൊറ്റ കോയിന്, പിന്നെ 2 രൂപയുടെയും ഒരു കോയിന്, അപ്പോൾ 5 2 7 ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് കാര്യമാണോ മനസ്സിൽ നമുക്ക് നടക്കാനുള്ളത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ 5 രൂപയും ഈ 2 രൂപ കോയിനും കയ്യിൽ വെച്ചോണ്ട് വേണം നമ്മൾ സന്ധ്യനാമം ആണേലും അല്ലെങ്കിൽ പള്ളിക്കാരാണേലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും പ്രാർത്ഥിക്കാനിരിക്കേണ്ടത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ നമ്മൾ മിണ്ടാതെ, പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാതെ ഉരിയാടാതെ ഒരു വൈറ്റ് പേപ്പർ നേരത്തെ തന്നെ എടുത്ത് വെച്ചിരിക്കണം. അതിൻ്റെ അകത്ത് വെച്ച് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഇടത്തൂന്ന് 3 പ്രാവശ്യം വലത്തോട്ട് ഒഴിയുക എന്ന് വെച്ചിട്ട്, ഇത് ആർക്കാണോ കാര്യം സാധിക്കാനുള്ളത് അവർ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മൾ ഒരു വിഗ്രഹം ഏത് വീട്ടിലും കാണുമല്ലോ, നമ്മൾ തിരിയോ വിളക്കോ കത്തിക്കുന്നിടത്ത് അതിൻ്റെ അവിടെ വെക്കുക. പിന്നെ ഇത് തൊടാനോ എടുക്കാനോ പോലെ. പിന്നത്തെ മാസത്തെ കർത്തവാവ് വരുമ്പം ഈ കോയിനെടുത്ത് കൊണ്ടുപോയി നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണോ നമ്മൾ നേർച്ചയിടുന്നത് അവിടെ കൊണ്ടിട്ടേക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നടന്നിരിക്കും. നടന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇടയ്ക്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്യണം. പിന്നെ എനിക്ക് ഈയിടെയെല്ലാം കുറേ പ്രശ്നങ്ങളും കുറച്ച് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ ഒന്ന് പോകേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ലൈവിലൊന്ന് വരാനോ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ എനിക്ക് ഒരുപാട് കോള് വന്ന് കിടപ്പുണ്ട്. സമയം പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു കൊള്ളാം കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു തരാവേ, ഇതും അത്യാവശ്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്തേക്കണം. വെളുത്ത വാവ് വരുമ്പോഴും ഇതുപോലെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ മരണം നടക്കുമ്പോൾ ഉടനെ നാൾ നോക്കും, സമയം നോക്കും. എന്നുവെച്ചിട്ട് ചില നാളിൽ മരിച്ചു കഴിഞ്ഞാൽ പറയും, ഓ ഇരുനാളിലാകട്ടോ മരിച്ചത്, 2 മാസം എന്നും പറയല്ലേ. ഒരു മാസത്തിൻ്റെ അവസാനം ഒരു മാസത്തിൻ്റെ ആദ്യമായിട്ടൊക്കെ കണക്ക് കൂട്ടും. അത് നാളിലും അങ്ങനെ നോക്കും. അപ്പോൾ അത് സമയദോഷമാണ്, ഏത് മാസമാണ് ഇത് ചെയ്യണ്ടേ പിറക്കണ്ടേ, അത് മരണത്തിന് ദോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അത് നിങ്ങൾക്കും അറിയാലോ. പക്ഷേങ്കിൽ ജനന സമയം ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ, ശുക്രന അറിവില്ലാത്തവർ പറയും, അയ്യോ അത് അമ്മാവൻ കാലിലാ വന്നത്, അമ്മാവൻ അങ്ങ് പോകും, അല്ലെ അപ്പനെ കൊണ്ട് പോകും, അല്ലെ അമ്മയുടെ കാലദോഷം, അല്ലെ സഹോദരങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറയും. ഒന്നുമില്ല. ഇങ്ങനെ ജനിക്കുന്ന പിള്ളേരുള്ള വീട്ടില് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കും. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വേണം നമ്മളൊരു പെര വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ തറക്കല്ലിടിയിക്കുന്നത്, ഒരു പാല് കാച്ചുണ്ടെങ്കിൽ ആ കൊച്ചിനെ കൊണ്ട് വേണം വീട്ടിൽ പാല് കാച്ചിക്കാനായിട്ട്. ആ കുഞ്ഞിനെ കൊണ്ടൊരു ഭാഗ്യ പരീക്ഷണം പോണക്ക് നിങ്ങളൊരു ലോട്ടറി എടുത്ത് നോക്കിക്കേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് അയ്യോ ഇരുന്നാളിൽ ജനിച്ചത് അതൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത് കേട്ടോ. ഏറ്റവും നല്ലതാണ്. അറിവില്ലാത്തവരാണ് അത് കൊള്ളത്തില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ അവസാനം കൂടുമ്പോൾ ഉടനെ ആൾക്കാർ പറയും, ചില ജ്യോത്സ്യന്മാർ പറയും മരണത്തിന് മാത്രമേ അങ്ങനെ നോക്കത്തുള്ളൂ. ഒരിക്കലും അല്ല. ജനിക്കുന്ന സമയവും നോക്കും. ജനിക്കുന്ന സമയം നോക്കിയിട്ട് ഈ നാളിൻ്റെ പോരാഴിയെ നമ്മൾ കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കണക്ക് കൂട്ടുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തല്ല കേട്ടോ, ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നതിൻ്റെ അടുത്ത ഒരു വീട്ടിലൊരു ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ കൊച്ചേട്ടായി പറയുന്ന ഒരു കാര്യമാണ്, കൊച്ചേട്ടായുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, കഞ്ഞിക്കും വെള്ളത്തിനും പോലും ഇല്ലാതിരുന്നാന്ന് പറഞ്ഞു. ഈ കൊച്ചുണ്ടായി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഇരുചുഴിയനുമായിരുന്നു.
വെച്ചടി കയറ്റമായിരുന്നു പറഞ്ഞു. പ്രതീക്ഷിക്കാതെ കൊച്ചിൻ്റെ അപ്പന് ജോലിയായി, വിദേശത്തോട്ട് പോയി. ഇപ്പം ചേട്ടായി പറയുന്നേക്കാം, ആ പ്രദേശത്ത് അവരെ വെല്ലാനായിട്ട് സാമ്പത്തികമായിട്ടും ഉയർച്ചയിൽ നിൽക്കുന്ന ആരുമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില നാളിലെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം ചില സമയദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനാ കുഞ്ഞുണ്ടായിട്ട് എടുത്തിട്ട് ആ കുടുംബത്തിൽ ദോഷം വരുന്നതെന്നൊന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ആ ബാലാരിഷ്ടയൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ വീടിന് ഏറ്റവും നല്ലതാ. അപ്പം എല്ലാവരുടെയും അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ ആയല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.